ഞാനൊരിക്കൽ എൻ്റെ മുറിയുടെ പുറത്ത് റോഡിലേക്ക്, നമ്മുടെ ഇൻസൈഡ് റോഡിലേക്ക് ഇറങ്ങുന്നിടത്ത് നിൽക്കുമ്പോൾ 8 പേരുണ്ട് അവിടെ നിൽപ്പ്. ഞാൻ മധ്യവയസ്കരും ചെറുപ്പക്കാരുമാണ്. ഞാൻ അവരോട് പേര് ചോദിച്ചു. ഓരോരുത്തരും പറഞ്ഞത് ഹിന്ദുവിൻ്റെ പേരാണ്. ഒരാൾ പറഞ്ഞു എൻ്റെ പേര് ജഹാംഗീർ എന്നു പറഞ്ഞു. അപ്പം നീ മുസ്ലിമാണല്ലോ, നീ എങ്ങനെ ഇവിടെ വന്നു? അവൻ പറഞ്ഞു എൻ്റെ തലയ്ക്കകത്ത് 2 മുഴ 2 കൊല്ലമായിട്ട് ചികിത്സ വെല്ലൂർ ക്രിസ്ത്യൻ കോളേജിൽ, മെഡിക്കൽ കോളേജ് വരെ പോയി, സുഖപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മലപ്പുറം അപ്പുറയുള്ള ഒരു കത്തോലിക്ക അച്ഛൻ ആ ഭാഗത്തും കണ്ടാൽ എന്നോട് പറഞ്ഞു ഡിവൈനിൽ പോവുക. ഡിവൈനിൽ വന്നപ്പോൾ അത് ബുധനാഴ്ചയായിപ്പോയി. ഗേറ്റ് കീപ്പർക്ക് അറിയത്തില്ല രോഗിയായാൽ കയറ്റി വിടണമെന്ന്. അയാൾ പറഞ്ഞു ഞായറാഴ്ച വരേണ്ടതായിരുന്നു, കയറ്റി വിടുകയല്ല, പുതിയ ഗേറ്റ് കീപ്പറുമായിരുന്നു. അയാൾ ആ ഗേറ്റിന് പുറത്ത് നിന്ന് അറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചു. തിരിച്ച് മലപ്പുറം വീട്ടിൽ പോയി. തിരിച്ച് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചെന്ന് നോക്കിയപ്പോൾ 2 മുഴയും ചുങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിന്നീട് അവൻ വന്നപ്പോൾ എന്നെ കാണാനിടയായി. ഞാൻ പറഞ്ഞു എല്ലാ ആഴ്ചയിലും ഇവിടെ ധ്യാനമുണ്ട്, ഒരു ഫീസും കൊടുക്കണ്ട, മുറി വേണമെങ്കിൽ മാത്രം 1000 രൂപ കൊടുത്താൽ മതി, അല്ലെങ്കിൽ പൊതു ഹോളിൽ കിടന്നാൽ മതി. എത്ര പ്രാവശ്യം വേണമെങ്കിലും ധ്യാനത്തിന് വരാം. ഏതാനും പ്രാവശ്യം ധ്യാനത്തിന് വന്ന് കാണണം. ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു അയാൾ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, എന്നെ ഇട്ടിട്ട് പോയ എൻ്റെ ഭാര്യ തിരിച്ചു വന്നു ഇവൻ ധ്യാനം കൂടിയപ്പോൾ. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അവൻ വന്നു പറഞ്ഞു, എനിക്കൊരു ചെറിയ സർക്കാർ ജോലി കിട്ടി. ഇടയ്ക്കിടയ്ക്ക് ഇവൻ വന്ന് ധ്യാനം കൂടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 3-4 മാസം ആണോ എന്ന് ഇവൻ കൃത്യം ഓർക്കുന്നില്ല. ഒരിക്കൽ അയാൾ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ഞങ്ങൾ 6 പേര് കൂടി മാമോദീസ സ്വീകരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്.